നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി UDFന് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നു. നാളിതുവരെ LDFന് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ അവർ പിന്തുണ നൽകാറുണ്ട്. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെ CPM ഇപ്പോൾ ജമാഅത്തിയെ ഒരു ഭയങ്കര വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നു. സാർ, ഒന്ന് പറയാമോ, എന്താണ് ഇതിനകത്തെ രാഷ്ട്രീയം? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യക്ക് പുറത്ത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അതുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. പക്ഷേ ഓരോ രാജ്യത്തെയും അവരുടെ നിലപാട് വ്യത്യസ്തമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈവൻ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം അതിന്റെ ആദർശമാണെങ്കിലും അതുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമാണ്, അതിന്റെ ഉണ്ടാക്കിയ മൗദൂദിയുടെ. അതുകൊണ്ട് തന്നെ അവർ വളരെ കാലം തെരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കാറില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം എന്നവർ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കക്ഷിക്ക് ഒരു പിന്തുണ നൽകണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ച കാലം മുതൽ അനേക പതിറ്റാണ്ട്, രണ്ടോ മൂന്നോ പതിറ്റാണ്ട് അവരെപ്പോഴും പിന്തുണച്ചിരുന്നത് ഇടതുപക്ഷത്തെയാണ്, LDFനെയാണ് കേരളത്തിൽ. അന്ന് ഞാൻ LDFന്റെ ഭാഗമാണ്. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതായിട്ടും അതുപോലെ നേരിട്ട് LDF നേതാക്കൾ അവരുമായി ചർച്ച നടത്തുന്നതായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. അവരവരുടെ മതരാഷ്ട്രവാദം ഇന്ത്യയിൽ ഉപയോഗിക്കാറില്ല, അതവർ പറയാറില്ല, അവരുടെ നയത്തിൽ അവർ മാറി. അതിനുശേഷം അവർ കുറച്ചുകൂടി മുമ്പോട്ട് പോയി അവരുടെ തന്നെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി. ഇന്ന് ഇന്ത്യയിലെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയെയും പോലെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് പല സ്ഥലത്തും ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, പക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, പക്ഷെ CPIM ലിബറേഷനും ഒക്കെ ജനാധിപത്യം അംഗീകരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവരെ നമ്മൾ ജനാധിപത്യ കക്ഷിയായിട്ടാണ് കാണുക. അതുപോലെ ഞാനും വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ ഇടതുപക്ഷത്തെ ഒരുപാട് കാലം പിന്താങ്ങിയിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. പല തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോ ഏറ്റവും മുമ്പ് എറണാകുളത്ത് ശ്രീ KV തോമസ് മത്സരിക്കുമ്പോൾ KV തോമസിനെതിരായി അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയത്, സെബാസ്റ്റ്യൻ പോൾ നിന്ന കാലത്ത് അദ്ദേഹത്തെ പിന്താങ്ങിയതാണ്. അങ്ങനെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ LDFനെ പിന്താങ്ങി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ച് 2019 മുതലാണ് മാറ്റമുണ്ടായത്. അതിന് കാരണം BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് കഴിയുക എന്ന ദേശീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് അവർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവര്, പിന്നെ ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അവരുടെ ഗ്യാസ് കുറ്റി ചിഹ്നമായി മത്സരിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് ആരെയും പിന്താങ്ങാം, അവർക്ക് ആരെയും ചെയ്യുകയും ചെയ്യാം. അത് വേണമോ വേണ്ടയോ എന്ന് ഓരോ രാഷ്ട്രീയ മുന്നണിക്കും അല്ലെങ്കിൽ കക്ഷികൾക്കും നേതാക്കൾക്കും സ്ഥാനാർത്ഥിക്കും ഒക്കെ തീരുമാനിക്കാം. ഇവിടെ നിലമ്പൂരിൽ മാത്രമല്ല, പാലക്കാടും അവർ LDFന് അല്ല പിന്താങ്ങിയത്, UDFനെയാണ്. പാലക്കാട് കാരണം അവിടെ പ്രത്യേകം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഒന്നാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്ന് പിന്താങ്ങിയത്. ഇപ്പൊ പൊതുവെ തെരഞ്ഞെടുപ്പുകളിൽ അവർ കോൺഗ്രസിന് അനുകൂലമായി എടുക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് അനുകൂലമാവുന്ന ഘട്ടത്തിൽ ഉടനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയമാവും. 2019 വർഗീയമല്ല, 2018 വർഗീയമല്ല, 2007 വർഗീയമല്ല, പക്ഷെ 2025 ആവുമ്പോൾ അത് വലിയ വർഗീയ കക്ഷിയാണ്. അല്ലെങ്കിൽ 2024 ആവുമ്പോൾ അത് താങ്കൾ ചോദിച്ചതുപോലെ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു കാലത്ത് മദനിയെ വിളിച്ചിരുത്തി VSനെ അവമാനിച്ച ഒരു ഇടതുപക്ഷത്തിന്റെ കാലം, പിണറായിയുടെ കാലം. പിണറായി വന്നപ്പോൾ മദനി വന്നപ്പോൾ പിണറായി എഴുന്നേറ്റ് നിൽക്കുകയും VS വന്നപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയും എന്ന് പറഞ്ഞാൽ പിണറായിക്ക് മദനിയാണ് VSനേക്കാൾ പ്രധാനമായി എന്ന് അത് വലിയ വിവാദം ഒക്കെ ഉണ്ടായ സംഗതിയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക്
എന്ന് പറയുന്ന അവർക്ക്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടിക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ നയത്തിൽ വലിയ മാറ്റം വരുത്തി എന്നതാണ് സത്യം. ഇപ്പൊ നോക്കൂ, ഏതോ ഒരു ഹിന്ദു മഹാസഭ സ്വരാജിന് പിന്താങ്ങിയിരിക്കുന്നു. ഗോവിന്ദ മാഷ് പറയുന്നത് അത് ആരാന്ന് എനിക്കറിയില്ല, എന്നാലും പിന്തുണ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇത് വേറെ കാര്യം. ഹിന്ദു മഹാസഭ അത് ഏതാണെന്ന് എനിക്കറിയില്ല. മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ പ്രതിയായ സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഇപ്പോഴും RSSകാർ പറയുന്നത് ഞങ്ങളല്ല കൊന്നത്, ഹിന്ദു മഹാസഭക്കാരാണ് കൊന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വരാജിന് കിട്ടുന്നു, അതിന് വിരോധമില്ല. PDPയുടെ പിന്തുണ അവർക്ക് കിട്ടുന്നു, അതിന് വിരോധമില്ല. അർത്ഥത്തിൽ ഇത് അവസരവാദപരമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഈ പ്രഖ്യാപനം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അവർക്ക് ഹിന്ദു വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് തന്നെ ഇവിടെ പ്രയോഗിച്ചതാണ്, പാലക്കാട് പ്രയോഗിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് SDP-യുടെ പിന്തുണയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന പ്രചരണം ശക്തമാക്കുകയും അതുവഴി കുറെ ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമോ എന്ന് പറയാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ശ്രമം ദയനീയമായി പരാജയപ്പെടും. കാരണം ജനങ്ങൾ അങ്ങനെ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, ജാതി മതം നോക്കി മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയമും ഇപ്പോൾ UDFന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകണോ, LDFന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകണോ എന്നതായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചോദ്യം. അങ്ങനെ വരുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന കക്ഷികൾ UDFന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകണം, LDFന് മൂന്നാം ഭരണം വരാൻ പാടില്ല എന്ന അഭിപ്രായം ഉണ്ടാവും. LDFനെ പിന്താങ്ങുന്ന കക്ഷികൾക്ക് അവർക്ക് വേണ്ടാന്ന്, അവർക്ക് LDF ജയിക്കണം എന്നുണ്ടാവും. അത് അവരുടെ ജനാധിപത്യ അവകാശമാണ്. വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ്, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പിന്തുണ വാഗ്ദാനം ചെയ്താൽ വേണ്ടാന്ന് പറയേണ്ട ഒരു കാര്യമില്ല. നേരെ മറിച്ച് പോപ്പുലർ ഫ്രണ്ട്, SDP എന്നൊക്കെ പറയുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാൾ പോലും ഇതുവരെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടില്ല. അത് ഏതർത്ഥത്തിലാണെങ്കിലും ഏതെങ്കിലും വെൽഫെയർ പാർട്ടി ഒരു അക്രമം നടത്തി എന്ന് ഇവിടെയും കേട്ടിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ, അക്രമങ്ങളിൽ, കൊലപാതകങ്ങളിലൊന്നും അവരുടെ പേര് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ PDPയെ കൂടെ കൂട്ടാം. PDP കുഴപ്പമില്ലാത്ത പാർട്ടിയാണെന്നാണ് ശ്രീ MV ഗോവിന്ദൻ പറയുന്നത്. PDP ആരായിരുന്നു? PDP എന്താണ്? കേരളത്തിന്റെ ചരിത്രം എടുത്താൽ ഏറ്റവും വർഗീയ തീവ്രമായ പ്രസംഗം നടത്തി പാർട്ടി ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, മദനിയാണ്. മദനിയുടെ തീവ്രവാദ പ്രസംഗം മദനിയാണ്. മദനി നടത്തിയ പ്രസംഗങ്ങളാണ് PDP ഉണ്ടാക്കിയത്. മദനിയുടെ പ്രസംഗങ്ങൾ ഇന്നും എടുത്തു കേട്ടാൽ അതിൽ വലിയ തോതിലുള്ള, അത് മദനി തന്നെ പിന്നെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ജയിലിലാണെന്ന് ആലോചിക്കണം. തീവ്രവാദ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മദനിയുടെ പാർട്ടിയെ ഇവർക്ക് മതേതര പാവപ്പെട്ടവരുടെ പാർട്ടിയായിട്ട് എടുക്കാം, പിന്നോക്കക്കാരുടെ പാർട്ടിയായിട്ട് എടുക്കാം. ഇത് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, പല താപ്പുകളാണ്, ഒരു താപ്പല്ല. ഇത് ഓരോ സ്ഥലത്തും. നാളെ വെൽഫെയർ പാർട്ടി LDFനെ പിന്താങ്ങിയാൽ ഇവർ പറയും വെൽഫെയർ പാർട്ടി ജനാധിപത്യ പാർട്ടി. UDFനെ പിന്താങ്ങിയാൽ അവര്. സാർ ഒരു സംശയം ഇതിൽ സാർ, UDFന് ഇത്തരത്തിൽ ജമാഅത്തിയുടെ പിന്തുണ കിട്ടുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കൽ പോലും ജമാഅത്തി എന്നും അംഗീകരിക്കാത്ത ആളായിരുന്നു. ഇതിപ്പോ വോട്ട് കൃത്യമായിട്ട് കിട്ടുമോ സാർ? അല്ല, ഞാൻ അതിൽ കാണുന്ന ഒരു കാര്യം, നമ്മൾ അങ്ങനെ എടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാവിന്റെയും നിലപാട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ PV അൻവർ കഴിഞ്ഞ 9 കൊല്ലവും LDFന്റെ കൂടെയായിരുന്നു. PV അൻവർ ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകൾ LDF ആയി നിന്നുകൊണ്ടാണ്. ഞാനടക്കം PV അൻവറിന്റെ ഒരു ഘട്ടത്തിലെ ഇതേയാണ്. അന്ന് ഈ സൈബർ സഖാക്കൾ, കടന്നലകൾ മുഴുവൻ PV അൻവറിന്റെ എല്ലാ തെറ്റുകളെയും അംഗീകരിച്ചു. PV അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തി, അദ്ദേഹം പുറത്തു വന്നു, അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം നിൽക്കും. ഇതിലെ ഒരു കാര്യമില്ല. ഇപ്പൊ സരീൻ പാലക്കാട് തലേ ദിവസം വരെ പിണറായി കുടുംബത്തിനെയും തെറി പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളാണ് സരീൻ. അതുകൊണ്ട് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ജനാധിപത്യങ്ങളുണ്ട്. ഇപ്പോ VM സുധീരൻ അല്ല ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടി അല്ല സതീശൻ, അതല്ല സുധാകരൻ. നമുക്ക് അവരുടെ വ്യത്യാസങ്ങൾ അറിയാം. അതിനകത്ത് ജനാധിപത്യമുണ്ട്. അതിപ്പോ നെഹ്റുവും പട്ടേലും ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായി ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും അതുണ്ട്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് ചില നിലപാടുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടല്ല ആര്യാടൻ UDF കാൻഡിഡേറ്റ് ആവുമ്പോൾ ഉണ്ടാവുക, ഒരു വ്യക്തിയുടെ അല്ല. ഇപ്പൊ സ്വരാജിന് മുമ്പുണ്ടായിരുന്ന നിലപാടാണോ ഇപ്പൊ ഉണ്ടാവുക? സ്വരാജ് VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. അതാണോ
ആ നിലപാട് വെച്ചിട്ടാണോ സ്വരാജിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുക? PSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരാളല്ലേ സ്വരാജ്. അപ്പൊ ഏത് CPM കാരനാണ് അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ CPM കാരെ വോട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യം ഞാൻ പറഞ്ഞത്. അതിനേക്കാളൊക്കെ പ്രധാനം ഇവിടെ ഒരു രാഷ്ട്രീയ സമരമാണ് നടക്കുന്നത്, ഒരു രാഷ്ട്രീയ ബലാബലമാണ്. അത് UDF വേണോ LDF വേണോ എന്നുള്ളതാണ്. മറ്റു കക്ഷികൾക്കൊന്നും എന്റെ കണക്കിൽ പ്രസക്തിയില്ല. അവർക്കൊക്കെ വേണമെങ്കിൽ സ്പോയിലിംഗ് ചില ചാൻസസേ ഉള്ളൂ, ആരുടെയെങ്കിലും ഒരാളുടെ ചാൻസ് സ്പോയിൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കണക്കാക്കുന്നത് ഈ രണ്ട് കാര്യത്തിൽ നിലപാടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് എന്ന വ്യക്തിക്ക്, അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ടാവാം, അദ്ദേഹം എഴുത്തുകാരനായിരുന്നുണ്ടാവാം. ഇപ്പോ കടമനട്ട CPMന്റെ MLA, കടമനട്ടയ്ക്ക് CPMന്റെ അഭിപ്രായമാണോ ഉള്ളത്? അല്ലല്ലോ. CPMന്റെ അഭിപ്രായം അല്ലല്ലോ കടമനട്ടയ്ക്ക് ഉള്ളത്. പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ അദ്ദേഹം അത് നിൽക്കും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാവാം. ഒരു തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ആ മുന്നണി യാഥാർത്ഥ്യത്തിൽ പ്രവർത്തിച്ചേക്കാം. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ പിന്തുണ കൊടുത്തത് അതുകൊണ്ട്. ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ ആര്യാടൻ ഷൗക്കത്തിന്റെ പിന്തുണ. ആര്യാടൻ ഷൗക്കത്ത് ഏതായാലും സാർ ഈ പറയുന്ന വോട്ടിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിൽ തന്നെയാണ് ഇരു മുന്നണികളിൽ നിൽക്കുന്നത്. ഇപ്പൊ UDFന് കിട്ടുന്നതിലുള്ള അസൂയ എന്ന് തന്നെ പറയാമല്ലോ സാർ LDFന്റെ. തീർച്ചയായിട്ടും.